ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസിൽ PYQലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ ന്യൂ SCERT സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് തൊഴിൽ വൈവിധ്യങ്ങൾ. ആദ്യത്തെ 2 ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സസ് എല്ലാം 5th സ്റ്റാൻഡേർഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം തൊഴിൽ വൈവിധ്യങ്ങൾ ആദ്യം തന്നെ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിക്കുന്നതും അവർക്ക് അച്ഛനമ്മയൊക്കെ സമ്മാനം കൊടുക്കുന്നതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പലതരത്തിലുള്ള തൊഴിലുകൾ ഏതൊക്കെയാണ്, തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നോക്കിയേ, നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പം വരുമാനത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. എന്താണ്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് താഴെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്, പഠിപ്പ് തീർന്നാലെന്ന് പറഞ്ഞിട്ട്. ആരുടെ കവിതയാണ്? NV കൃഷ്ണവാര്യരുടെ കവിതയാണ്. പഠിപ്പ് തീർന്നു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കുട്ടികൾ പറയുന്നതായിട്ടാണ് കവിത. ഓക്കെ, വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് കുട്ടികൾ പറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കൃഷി, അധ്യാപനമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. അപ്പം എന്താണ് തൊഴിൽ? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. അപ്പം തൊഴിലിനുള്ള പ്രതിഫലം എങ്ങനെയാണ് ലഭിക്കുന്നത്? കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണിത്. തൊഴിലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വരുമാനം എന്താണ്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണത്തിനെയാണ് വരുമാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് തൊഴിലെന്ന് പറയുന്നത്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. ഓക്കെ, തൊഴിലിനുള്ള പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിലെന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, കൂലിയും ശമ്പളവും. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. എന്താണ്? കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലത്തെയാണെന്ന് പറയുന്നത് കൂലി എന്ന് പറയുന്നത്. കൂലി ഇനി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. മണിക്കൂറുകളുടെ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലം എന്താണ്? ശമ്പളമാണ്. അപ്പം ഡെയിലി നൽകുന്ന എന്താണ്? കൂലിയാണ്. ഇനി പ്രതിമാസത്തിൽ നൽകുന്നതാണെങ്കിൽ എന്തെന്ന് പറയും? ശമ്പളം എന്ന് പറയും. ഓക്കെ, കുട്ടികൾക്ക് ഇതൊന്നും തിരിച്ചറിയത്തില്ലല്ലോ, അതുകൊണ്ട് അവർ വ്യക്തമായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് പറയുന്നു. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണല്ലോ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഓക്കെ, എന്തിലൊക്കെ എന്നാണ്? കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വരുമാന സ്രോതസ്സുകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് എന്തെന്ന് പറയുന്നു? വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നു. അത് അധ്വാനമായിട്ടോ വസ്തുവകകളായിട്ടോ നമുക്ക് ഉണ്ടാകാം അല്ലേ. വസ്തുവകകളൊക്കെ ആയിട്ടുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസറ്റ്സ് എന്ന് പറയുന്നത്. ആസ്തികൾ എന്താണ്? ബോക്സിൽ കൊടുത്താക്കുന്നത് നോക്കിയേ, വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, എന്നിട്ട് വരുമാന സ്രോതസ്സുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കിയേ, വരുമാന സ്രോതസ്സുകളും വരുമാനവും. കൃഷിയിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? വിളയാണ് കിട്ടുന്നത്. കൃഷിയിൽ നിന്നും വിളയാണ് നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. തൊഴിൽ ചെയ്താൽ എന്ത് കിട്ടും? കൂലി അല്ലെങ്കിൽ ശമ്പളം കിട്ടും. ബിസിനസ് ചെയ്താൽ ലാഭം കിട്ടും. ബാങ്ക് നിക്ഷേപത്തിലൂടെ ആണെങ്കിലോ പലിശയാണ് കിട്ടുന്നത്, പലിശ. ആസ്തികളിലൂടെ വാടക അഥവാ പാട്ടം കിട്ടും അല്ലേ, ആസ്തികളിലൂടെ അസറ്റ്സിലൂടെ. ഇനി ഓഹരി നിക്ഷേപങ്ങളിലൂടെ എന്ത് കിട്ടും? ലാഭവിഹിതമാണ് കിട്ടുന്നത്, ലാഭവിഹിതം. ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും.
വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സ്രോതസ്സുകൾ ഡിഫറെൻ്റ് ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഒരു വ്യക്തി തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടും. അതായത് ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. അപ്പം കൃഷിയിൽ നിന്ന് കിട്ടുന്നതും ആ വ്യക്തിയുടെ വരുമാനമാണ്, ബാങ്കിൽ നിന്ന് കിട്ടുന്നതും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. തൊഴിലിലൂടെയും കൃഷി ഒരു തൊഴിലാണല്ലേ, അപ്പം തൊഴിലിലൂടെയും ബാങ്ക് നിക്ഷേപം ഒരു തൊഴിൽ ഇതര മാർഗമാണ്. അപ്പം തൊഴിൽ ഇതര മാർഗത്തിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ഇനി ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. എന്താണ്? ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തിനെ നമ്മൾ എന്തെന്ന് പറയും? കുടുംബ വരുമാനം എന്ന് പറയും. വ്യക്തിക്ക് ലഭിക്കുന്നതാണെങ്കിലോ വ്യക്തിഗത വരുമാനം എന്ന് പറയും. ഓക്കെ. ഇനി തൊഴിലുകൾ വിവിധ തരം. നോക്കിയേ, പലതരം തൊഴിലുകൾ കൊടുത്തിരിക്കുന്നു. ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? കാർഷിക തൊഴിലുകൾ. എന്താണ്? കാർഷിക തൊഴിലുകൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. എന്തൊക്കെയാണ്? ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങളെ വളർത്തുന്നത്, കന്നുകാലികളെ വളർത്തുന്നത്, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ഇത് 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരമാണ് 46% എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈമിൽ ഇത് ഡിഫറൻസ് ഉണ്ടാകും. അപ്പം അത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റെഫർ ചെയ്തിട്ട് പോയിട്ട് എഴുതണം. ചിലപ്പോൾ ഇനി SCERT കൊടുത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പം ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഇതേ കണക്കെടുത്ത് ചോദിക്കാനും ഇതുണ്ട് അല്ലേ. നമുക്കറിയാനൊക്കത്തില്ല എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. ചിലപ്പം ഈ ടെക്സ്റ്റിനകത്ത് കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് തരാം. അപ്പോൾ നമ്മൾ തെറ്റാന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കും. അപ്പം സാഹചര്യം അനുസരിച്ച് എഴുതുക. അപ്പം 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ഇനി കാർഷികേതര തൊഴിലുകൾ. എന്താണ്? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലാളികളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിംഗ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഇതാണ്ട് കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും ക്ലാസിഫൈ ചെയ്ത് കൊടുത്താക്കുന്നു. ഓക്കെ. ഇനി അടുത്ത നോക്കിയേ. അടുത്ത ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തൊക്കെയാണ് തൊഴിൽ സംരംഭത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ കട്ടിങ്ങിനകത്ത് ഒരു കഥ പോലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുവാണ്. എന്താണ് തൊഴിൽ സംരംഭങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. എന്താണ്? ആരുടെയെങ്കിലും കീഴിലല്ലാതെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വയം തൊഴിലെന്ന് പറയുന്നത്. സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. ഓക്കെ. ഉടമസ്ഥനും പുള്ളി തന്നെയാണ്, തൊഴിലാളിയും പുള്ളി തന്നെയാണ്. സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണാവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. ഓക്കെ. വൺ മാൻ ഷോ ആണല്ലേ. ഇനി നിങ്ങളുടെ പ്രദേശത്ത് ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ നടത്തുന്ന സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ പറയുകയാണ് കുട്ടികളുടെ അടുത്ത്. ഓക്കെ. അടുത്ത് നോക്കിയേ. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിരിക്കുകയാണ്. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നതിനെയാണ് എന്തെന്ന് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായി തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നതാണ് സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ സവിശേഷത. ഓക്കെ. കുറച്ച് സ്വയം തൊഴിൽ പദ്ധതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ.
ഓക്കെ. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് നവജീവൻ പദ്ധതി. കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ശരണ്യ പദ്ധതി ആർക്കാണ്? വനിതകൾക്കുള്ളതാണ്. ഓക്കെ. എന്താണ് നവജീവൻ പദ്ധതി? മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. 50 വയസ്സിനും 65 വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരന്മാരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഓക്കെ. ഏതാണ്? 50 വയസ്സിനും 65 വയസ്സിനും മധ്യേയുള്ള, ഇടയ്ക്കുള്ള 50 വയസ്സിനും 65 വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരന്മാരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഓക്കെ. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടെ നോക്കിയാലോ നവജീവൻ പദ്ധതിയുടെ. അതായത് ഈ നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്നയാൾക്ക് നിലവിലെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഈ 50 മുതൽ 65 മധ്യേ പ്രായമുള്ള ആൾക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നിലവിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വ്യക്തിഗത വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. ഓക്കെ. ഇനി അനുവദിക്കുന്ന വായ്പയിൽ 25% സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ്. 55 വയസ്സ് കഴിഞ്ഞ വിധവകൾ, ഭിന്നശേഷിക്കാർ എന്നിവരെ ആദ്യം പരിഗണിക്കും. ഓക്കെ. ഇനി തിരിച്ചടവെന്ന് പറഞ്ഞാൽ വായ്പാ തുക പരമാവധി 50,000 രൂപയായിരിക്കും. 25% സബ്സിഡിയായി സംരംഭകരുടെ ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ്. തിരിച്ചടവും പലിശയും ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കും. ഓക്കെ. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നതിനാൽ ജാമ്യം നൽകേണ്ടതില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ്. എന്താണ്? 50 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള ആളായിരിക്കണം. അതേ കണക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നിലവിലുണ്ടായിരിക്കണം. വ്യക്തിഗത വരുമാനം വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. ഓക്കെ. ഇനി അനുവദിക്കുന്ന വായ്പയിൽ 25% സ്ത്രീകൾക്ക് ലഭ്യമാകുന്നതാണ്. 55 വയസ്സ് കഴിഞ്ഞ വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം പരിഗണന ലഭിക്കും. അനുവദിക്കുന്ന വായ്പയിൽ 25% ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിനാണ് ലഭ്യമാകുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ജാമ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകേണ്ട ആവശ്യമൊന്നുമില്ല. വായ്പാ തുക എത്രയായിരിക്കും? പരമാവധി 50,000 രൂപയായിരിക്കും. 50,000 രൂപ. ഓക്കെ. ഇനി അടുത്തത് കൈവല്യ പദ്ധതി. എന്താണ് കൈവല്യ പദ്ധതി? ഭിന്നശേഷിക്കാർക്കുള്ളതാണല്ലേ. ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് ഈ കൈവല്യ പദ്ധതി എന്ന് പറയുന്നത്. 2016 പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? വൊക്കേഷണൽ, കരിയർ ഗൈഡൻസ്, കപ്പാസിറ്റി ബിൽഡിംഗ്, പിന്നെ മത്സര പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ. ഓക്കെ. ഇങ്ങനെ 4 ഘടകങ്ങൾ ഉൾപ്പെടുന്നു. പിന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകും. സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുന്നതായിരിക്കും. പ്രായപരിധി എന്ന് പറയുന്നത് ഒരു 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നെ ഗുണഭോക്താക്കൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി സ്ഥിരമായ ഒഴിവുകളിലൂടെ നാമനിർദ്ദേശത്തിനും അർഹതയുണ്ട്. ഏതാണ്? കൈവല്യ പദ്ധതി. ഓക്കെ. എന്തൊക്കെയാണ്? ഒന്നും കൂടെ നോക്കിക്കോളൂ. ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ്. 2016 പദ്ധതി ആരംഭിച്ചത്. ഓക്കെ. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങൾ ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ്? വൊക്കേഷണൽ, കരിയർ ഗൈഡൻസ്, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിങ്. ഇനി സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 21നും 60നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ. ഇനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി സ്ഥിരമായ ഒഴിവുകളുടെ നാമനിർദ്ദേശത്തിനും ഇവർക്ക് അർഹതയുണ്ട്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ശരണ്യ പദ്ധതി ആർക്കുള്ളതാണ്? വനിതകൾക്കുള്ളതാണ്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കവും വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതിയാണ് ഈ ശരണ്യ പദ്ധതി എന്ന് പറയുന്നത്. അതായത് വിധവകൾ, വിവാഹമോചിതർ, ഉപേക്ഷിക്കപ്പെട്ടവർ, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ. ഓക്കെ. പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് പ്രയോജനം. ഓക്കെ. 50,000 രൂപയാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി നൽകുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ശരണ്യ പദ്ധതി. ഞാനിത് ഗവൺമെൻറ് സൈറ്റിൽ കിടക്കുന്ന ഡീറ്റെയിൽസ് ജസ്റ്റ് എടുത്തൊന്ന് വായിച്ചു തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ചോദിച്ചാലോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കുക. ഓക്കെ. ടെക്സ്റ്റിനകത്ത് നന്നാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ. അങ്ങനെ കഴിഞ്ഞു. ചാപ്റ്റർ 3 ഇനി ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ. അപ്പം ഒരു തൊഴിലിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ ബുദ്ധിമുട്ടുന്നത് അല്ലേ.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സിൽ നമ്മളെ ചാനലിലൂടെ PYQ ഡിസ്കഷൻസും നടത്തുന്നുണ്ട്. 2025 റീസെൻ്റായിട്ട് നടത്തിയ സ്പെഷ്യൽ എക്സാംസ്, ടെക്നിക്കൽ എക്സാംസ് ഉൾപ്പെടെയുള്ള എക്സാംസിൻ്റെ PYQയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കുക. എല്ലാം ഞാൻ പ്ലേലിസ്റ്റ് തിരിച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത പുതിയൊരു ക്ലാസ്സുമായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.